ഹായ്, നമുക്കിന്നൊരു ചക്കയപ്പം ഉണ്ടാക്കിയാലോ? പഴുത്ത ചക്ക കഷ്ണങ്ങളാക്കി ശർക്കര പാനി ചേർത്തിട്ട് വേവിക്കുക. വേവിക്കുമ്പം ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും. എനിക്ക് കുറച്ച് അടുക്കി പിടിച്ചു പോയി. തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരയണം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അരിപ്പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചക്ക ചേർക്കുക. ഇതൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ട്, 1 കപ്പ് ചക്ക അരച്ച്. ഇതിലേക്ക് ഒരു 4 ഏലക്ക ചതച്ച് ചേർക്കണം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് തേങ്ങയും ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് എടുക്കുക. ഇതാണ് എടനയില. ഇതിലാണ് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്നത്. എടനയില നമ്മൾ ഒരു കോൺ ഷേപ്പിൽ മടക്കുക, അതായത് കുമ്പിൾ കുത്തുക എന്ന് പറയും. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ മാവ് അതിലേക്ക് നിറയ്ക്കുക. കുമ്പിൾ കുത്തുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു വിട്ടുപോയി. ആവിച്ചെമ്പിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. 20 മിനിറ്റോളം വേവിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്. ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ ചക്കയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.